വൈകുന്നേരത്തെ ചായക്ക് ഇന്ന് ചേമ്പ് പുഴുങ്ങിയതും ഉള്ളിച്ചമ്മന്തിയും ഉണ്ടാക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ചേമ്പിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കുകയാണ്. അതേ അമ്പാടിയും ഉണ്ണിക്കുട്ടനൊക്കെ ഉറങ്ങുകയാണ്. അപ്പോൾ അവർ ഉറങ്ങി നിൽക്കുമ്പോഴേക്കും ചായ സെറ്റാക്കി എടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചേമ്പിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് അതൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ. ഞാൻ ചിലവരിങ്ങനെ തൊലി കിടക്കണ പുഴുങ്ങാറുണ്ട്. ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ടാട്ടോ പുഴുങ്ങണത്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി എടുത്തിട്ട് നമുക്കിനി അടുപ്പത്ത് വയ്ക്കാം. കയ്യോടക്കനെ തന്നെ ഞാൻ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ചിലവരൊരു തള വന്നിട്ടാണ് ഉപ്പിടാറ്. ഞാൻ എളുപ്പത്തിൽ നിന്ന് ഉപ്പൊക്കെ ഇട്ട് ആദ്യം തന്നെ കൊടുക്കണം കേട്ടോ. ഇനി കൊച്ചുള്ളി എടുക്കുന്നുണ്ട്, ചെറിയ ഉള്ളിയില്ലേ, അത് വെച്ചിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ കളഞ്ഞെടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ചൊരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ചെയ്യുമ്പോൾ കാരണം ഗ്യാസിൻ്റെ പ്രശ്നം വരണ്ടെന്ന് വെച്ചിട്ടാണ് വെളുത്തുള്ളിയും കൂടി എടുക്കണത് കേട്ടോ. പിന്നെ ഇതൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ്. അതെടുത്തതിന് ശേഷം നമ്മുടെ കല്ലില്ലേ, കല്ലിൻ്റെ കുഴ എടുത്തിട്ട് പ്ലേറ്റിൽ വെച്ച് തന്നെ ചതച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. മറ്റേതൊന്നും എടുക്കാൻ നേരമില്ല, മടിയാണ്. ഇനി അതൊക്കെ കഴുകിയെടുക്കണ്ടേന്ന് വെച്ചിട്ട് ഇതാകുമ്പോൾ പ്ലേറ്റിൽ തന്നെ വെച്ച് ചതച്ചെടുക്കാമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പുളിക്ക് പകരം ഞാൻ ചൊറുക്കിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. എനിക്ക് പുളി കഴിക്കാൻ പാടില്ല, വാളംപുളി കഴിക്കാൻ പാടില്ല, പത്തിയാണ്. അപ്പോൾ അതിന് പകരം നമ്മുടെ ചൊറുക്കൊഴിച്ച് പിന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചേമ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ഊറ്റിയെടുക്കുക മാത്രമേ വേണ്ടോ. അതായത് നമ്മുടെ ചേമ്പും കൂടി ഒന്ന് ഊറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചായ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഉള്ളിച്ചമ്മന്തിയും ചേമ്പും പുഴുങ്ങിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമ്പാടി ഉണ്ണിക്കുട്ടനൊക്കെ എഴുന്നേറ്റുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ വരുന്നില്ല ചായ കുടിക്കുക. അപ്പോൾ ഞാൻ അവന് എടുത്ത് കസാര മേശര അവിടേക്ക് നീക്കിയിട്ട് കൊടുത്ത് അവിടെ ഇരുത്താണ് കേട്ടോ ചെയ്യണത്. അമരൻ സിനിമയുണ്ട്, അപ്പോൾ അത് കണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആൾ കൈ കൊണ്ട് കഴിക്കണമെന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വാരി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുകയാണ്. പിന്നെ ഇത് ഞാൻ കഴിക്കണം. അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. ചൊറുക്കിക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അമ്പാടി അവൻ്റെ അടുത്ത് ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചമ്മന്തി ബാക്കിയുള്ളത് ഉണ്ണിക്കുട്ടി ഇങ്ങനെ വായലിക്ക് വെക്കണത് അമ്പാടി നോക്കി വെള്ളമിറക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അവരടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.